ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനുമല്ല, ഇറ്റ്സ് എ റിവ്യൂ. അത് തമ്മിൽ കണ്ടിട്ടാണ് വരുന്നത് നിൽക്കാറാം. അതുകൊണ്ട് ഞാൻ പറയണം, എനിക്ക് നാളെ ഈ 50 കിട്ടില്ലേ? ഓക്കെ, മീൻസ് നാളെ പറയുമ്പോൾ ശനിയാഴ്ച അങ്ങോട്ടെ നമുക്ക് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഞാൻ പറയാം. പെനാൾട്ടി സ്ഥല താളാച്ചി മരം വന്ന് വിളക്കൂരി കൊളായി. അത് മറ്റേത് വന്നതിന് ശേഷം 6 എണ്ണം കൂട്ടുണ്ട്, പക്ഷെ 9 എണ്ണം ആവണം ശരിക്കുള്ള. കുഴപ്പമില്ല. ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ കളക്ട് ചെയ്യട്ടെ. അപ്പോൾ ഇന്നലത്തെ പാക്ക് ഓപ്പണിങ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ പാക്ക് ഓപ്പണിങ് തന്നെ ഉണ്ട്. എനിക്ക് 3 ആൾക്കാർ അടിക്കുന്നു. 3-10 3-10-ലും 3 ആൾക്കാർ. ആരൊക്കെ? റൊണാൾഡീഞ്ഞോ, കഫു, ദിമിത്രി ബെർബറ്റോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇത് പറഞ്ഞാൽ ഇവനാട്ടാ, ഇവനെ കുറിച്ചാണ് ഇന്നത്തേത്. എന്തൊക്കെയായാലും കളി തുടങ്ങാം. പ്രൊഫിലിക്ക് വിങ്ങറാട്ടോ. ഓരോ റേറ്റിംഗ് 104. ബോൾ കൺട്രോൾ 101, ഡ്രിബ്ലിങ് 100, ടൈറ്റ് പൊസിഷൻ 99. പിന്നെ നോക്കുകയാണെങ്കിൽ ആക്സലറേഷൻ 92, ബാലൻസ് 95, റയർലി ഹൈ ആണ് അൺവേവറിങ്. പിന്നെ ഡബിൾ ടച്ച് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കുറച്ച് സ്കില്ലും കണ്ട് ആഡാക്കി കൊടുക്കാം. അതാകുമ്പോൾ അതെല്ലാം അല്ലേ പോട്ടെ. കോച്ച് മൂവ് ഉണ്ടാക്കട്ടെ. ഞക്ക് ഉണ്ടായിക്കോട്ടെ. എന്തായാലും നമുക്ക് പൊട്ടിക്കുമ്പോൾ ആവശ്യം വരും. എവിടെ ചോക്ക് ഉണ്ടാ റേസിങ് ഷോട്ട് പോട്ടെ. ബുള്ളറ്റൊക്കെ നമുക്ക് ബൂട്ടങ്ങി. സോൾ കൺട്രോൾ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് വേറെ സ്കില്ലുണ്ടല്ലോ വീട്. പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് വേണ്ട. ഓവർ റൈറ്റ് ബ്ലോക്കർ. ഓക്കെ, ബ്ലോക്കർ അല്ല ഓനാല. എന്തായാലും ഇത് കിട്ടും നല്ലത്. ഇത് നമുക്ക് വേണ്ടാ. സ്ലൈഡിൻ്റെ അകലോ വീട്ടിൽ എന്താ കാര്യം? ഇൻ്റർസെപ്ഷനും ബാക്കല്ല. ഇപ്പോഴാണ് ക്രോസിങ്, അതും ഉണ്ടായിക്കോട്ടെ. സെൻറ്ററിൽ പോവും, അതുമില്ല. പിന്നെ എന്തിനാണ് ഇൻ്റർസെപ്ഷൻ? ഈ സ്കിൽ ട്രെയിനിങ് നിർത്താം. പിന്നെ എന്തിനാണ് അവർക്ക് ഇൻ്റർസെപ്ഷൻ മാറ്റി? എനിക്ക് ഈ ഒരു സ്ഥലം പറ്റില്ല കേട്ടോ. റബോണെങ്കിൽ റബോണം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ട്രെയിനിങ് നോക്കുക. ചെക്കനെ പൊസിഷൻ ട്രെയിനിങ് ലെഫ്റ്റ് വിങ്, ലെഫ്റ്റ് മിഡ്, അത് സെൻറ്റർ മിഡും റൈറ്റ് മിഡും അതിൽ കിട്ടും. കിട്ടാതിരിക്കില്ല. ആടി ഒന്നുകൂടി ആടി കൊടുക്കും. അപ്പം അടുത്ത് സെൻറ്റർ മിഡ് കിട്ടില്ലല്ലോ. ഇതറ്റാക്കി ഇതെന്താ ഏതാ പൊസിഷൻ? SS അറ്റാക്ക് മിഡ്ഫീൽഡർ അങ്ങനെയാണല്ലേ. ഇത് സെൻറ്റർ മിഡാണ്. സെൻറ്റർ മിഡ് കിട്ടില്ല. പക്ഷേ ഇത് ഡുവലിങ്കോ ഞാൻ വെറുതെ കയറ്റി ചെയ്യും. ഡുവലിങ്കോ നല്ലൊരു ആപ്പാണ്. നമുക്ക് വേണമെങ്കിൽ ഡുവലിങ്കോ കയറ്റി എന്ത് വേണമെങ്കിൽ പഠിക്കാം. ഒക്കെ കഴിയും. ചെസ് എല്ലാം. അതുകൊണ്ട് ഞാൻ ഡുവലിങ്കോ ഒരു ചെസ്
കളിക്കലുണ്ട് കേട്ടോ. ചെസ്സും കറിയില്ല പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയറ്റി കളിച്ചോളിക്കോ. റൈറ്റ് മിഡ് വേണ്ട, ഒരിക്കലും വേണ്ട. കാരണം എന്താ വെച്ചാൽ റൈറ്റ് മിഡ് കിട്ടിയിട്ട് കാര്യമില്ല. സെൻറ്റർ ഫോർവേഡ് അത് നല്ലൊരു ഇതാണ്. സെൻറ്റർ ഫോർവേഡ് കിട്ടണേ ഓടാവുന്നു. ഞാൻ സെൻട്രൽ ഫോർവേഡിന് വേണ്ടിയാണ് ഇനി ചെയ്യുന്നത്. സെൻട്രൽ ഫോർവേഡ് എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ കിട്ടുന്നില്ല. സെൻട്രൽ ഫോർവേഡ് കിട്ടില്ല എന്ന് തോന്നുന്നു. ലാസ്റ്റ് വൺ അബ്രാ കടാബ്രാ നമ്മൾ കൊടുത്തു. കുഴപ്പമില്ല. ഇനിയിട്ട് നമുക്ക് സെൻട്രൽ ഫോർവേഡ് കിട്ടിയില്ല. ഇങ്ങോട്ടൊക്കെ ഇറക്കട്ടോ നാടി ഞാൻ. അപ്പം നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകണം. അപ്പം നമുക്ക് എന്തായാലും ഗെയിം പ്ലാനുകൾ വെച്ച് കാണാം. നമ്മളിപ്പോൾ പീപ്പിന് റൊണാൾഡീനോക്ക് വേണ്ടി കളിക്കേണ്ടി വെച്ചിട്ട് നമ്മൾ ഇനി ഉള്ള ഏറ്റവും കൂടുതൽ റിവ്യൂക്കും ഇതായിട്ട് എടുക്കാൻ പോണ്. ഇത് വേറെ ഇതല്ല, ഈ സൂപ്പർ ലീഗ് ഇത് തന്നെയാണ് എടുക്കാൻ പോണ്. കഫ് ഇറങ്ങട്ടെ, പെരലേറ്റ് ഇറങ്ങട്ടെ, റോബോട്ട്സൺ ഇറങ്ങട്ടെ, ബോജാന് ഇറങ്ങണ്ട, വാൻഡേക്ക് ഇറങ്ങട്ടെ, ടോണി ആഡംസ് ഇറങ്ങണ്ട. ശബ്ദങ്ങൾ മനസ്സിലാണെങ്കിൽ അറിയാവുന്നത് ഞാൻ മാത്രം മാറ്റി പിടിച്ചു. ഇന്ന് കുറേ ഷോട്ടുകളൊക്കെ എയും നമ്മളെ മത്തനെയാണല്ലോ റൊണാൾഡീനോനെയും ജെറാർഡിനെയും അടിച്ചിരുന്നു. ഒരു അവൻ്റെ കീപ്പർ പറഞ്ഞ് ഒരു ഗോൾ ഇവിടെ കയറില്ല എന്നാണ് അവൻ്റെ കീപ്പർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു റൊണാൾഡീനോ അവിടെ ഗോൾ കയറ്റും എൻ്റെ വാക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് റൊണാൾഡീനോക്ക് കിട്ടിയ ശേഷം കാണാം ഗൈസ്. റൊണാൾഡീനോ വട്ടത്തിലിട്ട് ഇതാക്കുകയാണ്. നമുക്ക് ഇനി സ്കില്ലൊക്കെ എടുക്കാം. അവിടെ ഞാൻ ആക്സലറേഷൻ എന്തിനാടാ കൊടുത്ത്? വീണ്ടും ബോൾട്ട് ഉണ്ട്. ഇപ്പം തന്നെ ഇനി റൊണാൾഡീനൊക്കെ കിട്ടിയിട്ട് കൊടുക്കാനൊന്നും പറയണ്ട. പടപ്പടാ ഇതെന്താ എല്ലായിടത്തും മുമ്പ് പോയാൽ ലാമിയന്മാരിൽ ബാക്ക് പോയാൽ മെസ്സി, കുറച്ചുകൂടെ മുന്നേ പോയാൽ അവിടെ ആളുണ്ട്. വാടാ അത്രക്കും വേണ്ടില്ല റൊണാൾഡീനോ. കുഴപ്പമില്ല. ഇക്കളി ഒരു ഗോൾ അടിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഉറപ്പുണ്ട്. നമുക്ക് എന്തായാലും റൊണാൾഡീനോ കിട്ടിയിട്ടാണ്. കൊച്ചു ടു റൊണാൾഡീനോ. ഒന്നും കൂടി ഞാൻ ഡബിൾ ടച്ചിനാണ് ട്രൈ ചെയ്യണേ. ഇപ്പോൾ ആക്സലറേഷൻ എടുത്ത് ഓടുകയാണ് അപ്പോഴത്തെ കണ്ടം വരെ. റൊണാൾഡീനോ കിട്ടിയ ചാൻസ് ആണ്. ഓടിക്കോ കിട്ടിയ ചാൻസ് ആരില്ല. ഫിനിഷ് ചെയ്യ്. ഇറ്റ്സ് റൊണാൾഡീനോ ഗൗച്ചോ ബ്രദർ. ഈസി. എല്ലാവരും ഓഫ് സൈഡ് ട്രാപ്പ് ഇടാനും വേണ്ടി പാസ് ഇടുമെന്ന് വിചാരിച്ചിട്ട് ഓഫ് സൈഡ് ട്രാപ്പിനും വേണ്ടിയാണ് അങ്ങോട്ട് കയറിയത്. പക്ഷെ റൊണാൾഡീനോ ഏതാ കൊച്ചു ഓട്ടോടെ ഓടി. റൊണാൾഡീനോയുടെ കളി കിടിലം. നല്ല ഓടുന്ന റൊണാൾഡീനോയുടെ കിടിലം ഓടി. സംഭവം എന്താ വെച്ചാൽ ഇത് അങ്ങനെ ഓടിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി. കാരണം ഇതിന് ഓഫ് സൈഡ് ട്രാപ്പ് പാസ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് പാസ് എടുത്തില്ല. നേരെ പോയി ഒറ്റ അടിച്ചു. ഇന്ന് റൊണാൾഡീനോക്ക് കിട്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ കിട്ടിയിട്ട് വേണം. അപ്പോൾ റൊണാൾഡീനോക്ക് കിട്ടിയതേനു. അപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീണ്ടും കിട്ടി. വീണ്ടും പോയി. വീണ്ടും കിട്ടി. വീണ്ടും പോയി. അതാണ് ഇന്നത്തെ സ്ലാങ്. പക്ഷേ വാൻ ബൂട്ടൻ, ഫോർലാനെ, റൊണാൾഡീനോ VS ലാമിയന്മാർ. ഈ ലാമിയന്മാരിനെ റൊണാൾഡീനോയിലേക്ക് ബോൾ എടുക്കാൻ കഴിയുള്ളൂ, എന്നായിട്ട് എടുക്കുന്നില്ല. അങ്ങനത്തെ രീതിയിലാണ്. അവിടെ ഈ ജെറാഡ് ഇവിടുന്ന് കയറുന്ന ജെറാഡ് ഇതുവരെയായിട്ട് റൊണാൾഡീനോ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. വാൻ ബൂട്ടൻ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. റൊണാൾഡീനോൻ്റെ അവിടെ സ്പ്രിൻ്റ് എടുക്കലടാ. എനിക്ക് സ്കില്ലാണ് വേണ്ടത്. അതൊന്നും ഇവർ മനസ്സിലാക്കാത്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ സ്കില്ലിനും വേണ്ടി കൊടുക്കുമ്പോൾ ആക്സലറേഷനായിട്ടാണ് പോകുന്നത്. എന്ത് ചൊറയണത്. റൊണാൾഡീനോ മോനെ കിടിലൻ സാധനോ. ഞാൻ വെറുതെ ഒരു പാസിലെടുത്ത് ഫസ്റ്റ് ടൈം ഷോട്ട് കിടിലൻ സാധനം അവിടെ കയറിയുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. നമുക്കവിടെ അടിച്ച് നമ്മളെന്ത് ചെയ്തു? റൊണാൾഡീനോ കൊടുത്തു. റൊണാൾഡീനോ ഇറ്റ്സ് എ സോളോ ഗോൾ എന്ന് പറഞ്ഞ് റൊണാൾഡീനോ ഓടിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഓടാൻ കഴിയണ്ടേ ചെങ്ങായി? ആക്സലറേഷനാണ് കൊടുക്കണേ. ആക്സലറേഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊന്നും മനസ്സിലാവാത്ത നമുക്ക്. റൊണാൾഡീനോ ഈ ജെറാഡ് VS റൊണാൾഡീനോ ഇന്നത്തെ മാച്ച് അതാണ്. ഈ ജെറാഡ് എപ്പോഴും റൊണാൾഡീനോൻ്റെ ബോൾ എടുക്കുന്നുണ്ട്. ഇനി ഒന്ന് എടുക്കാൻ പറയുവാനുണ്ട്. സ്കില്ലൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇത് കുറേ അങ്ങ് ഉണ്ടാക്കണ്ടേ. ഇവൻ ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ ജെറാഡ്?
രണ്ടാളെ ഇടയിൽ കൂടെ എടുക്കുമ്പോഴാണ് ഓൻ എവിടുന്നോ കയറി വരുന്നത്. എന്നാ അങ്ങ് പറ്റിച്ചു കേട്ടോ. ഇറ്റ്സ് റൊണാൾഡീഞ്ഞോ ബ്രദർ. പറ്റിച്ചേ ഒരു ഫേക്ക് എടുക്കുമ്പോഴോ അവനെ ഗൈസ് ഓരോ കോർണർ നേരെ തന്നത് ആർക്കാ? റൊണാൾഡീഞ്ഞോക്ക്. ഒരു ശ്രദ്ധിച്ചില്ല അത് റൊണാൾഡീഞ്ഞോ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് റൊണാൾഡീഞ്ഞോക്ക് വീണ്ടും കൊടുക്കുന്നത് ജെറാഡ്. അവിടെ എനിക്ക് ഈ ജെറാഡിനെ പിടിക്കണില്ല. ഓൻ്റെ ജെറാഡ് ഇത് റൊണാൾഡീഞ്ഞോക്ക് ബോൾ എടുക്കാനായിട്ട് കളിക്കുന്ന. ഫസ്റ്റ് ഹാഫ് ലാമിയന്മാരേനു ഓനൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകുന്നെങ്കിലും പറയാം. ഇത് റൊണാൾഡീഞ്ഞോ vs ലാമിയന്മാരല്ലത്. സ്റ്റീഫൻ ജെറാഡ് ചൊറയാണിത് ഗായ്സ്. ഇപ്പോൾ ബോൾട്ട് വേണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ബോൾട്ട് വേണമെങ്കിൽ കുഴപ്പമില്ല. റോബർട്ട്സൺ നല്ല പാസ്. ഗായ്സ് നമ്മളൊന്നും മുടങ്ങി. എന്തിന് ഗോൾ റൊണാൾഡീഞ്ഞോ കൂട്ടാൻ മതി. കാരണം കളി തുടങ്ങുന്നല്ലേ ഉള്ളൂ. റൊണാൾഡീഞ്ഞോ നമുക്ക് റൊണാൾഡീഞ്ഞോ കൊണ്ട് കുറച്ച് ഗോളൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഈ ജെറാഡിനോട് മാറിക്കാൻ പറ്റും. കുറേ നേരമായി ഇവന് എല്ലാം ഗോളാക്കാനായിട്ട് വന്നോളും. എന്ത് ചൊറയാണ് ഈ ജെറാഡിനെ കൊണ്ട്. ഗൈസ് റൊണാൾഡീഞ്ഞോ ഇത് വേണമെങ്കിൽ കൊണ്ട് ഗോളാക്കാം. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ സ്കില്ലൊക്കെ എടുത്ത് മെല്ലെ പോകുള്ളൂ കേട്ടോ. അടങ്ങോട്ട് എടുക്കടാ. റൊണാൾഡീഞ്ഞോ കളിച്ചല്ലേ ഒരു ഗോൾ അടിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസരത്തിൽ നിൽക്കുകയാണ്. വാടാ ഗുഡ്. ഞാൻ എന്ത് പറയണ്ട ഇതിനൊക്കെ. അതൊന്ന് നേരക്കൊരു കേൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോൾ ഉറപ്പില്ല. നേരക്ക് പൊന്തിയൊക്കെ ചെയ്താൽ പോസ്റ്റിൻ്റെ അടിച്ചേക്ക് പോകണം. എന്നാലേ ഗോളാവാൻ കുറച്ചെങ്കിലും സാധ്യത ഉള്ളൂ. അത് ഉള്ള സാധ്യതയും പോകാനായിട്ട് വന്ന മാതിരിയാണ്. ചൊറയടാ ഗൈസ്. റൊണാൾഡീഞ്ഞോ ഗൗച്ചോ ഓരോരുത്തരായിട്ട് വാടാ. എംബാപ്പനെ ഡ്രിബിൾ ചെയ്തു. ഈ ജെറാഡ് വാ. അത് എത്ര ആൾക്കാരാണ് റൊണാൾഡീഞ്ഞോൻ്റെയൊക്കെ നിൽക്കാൻ വരുന്നത്. എത്ര ആൾക്കാരാണ് റൊണാൾഡീഞ്ഞോൻ്റെയൊക്കെ നിൽക്കാൻ വരുന്നത്. അതിൻ്റെ ഹൈലൈറ്റ്സ് നിൽക്കൽ കാണുന്നത് കിട്ടി. 2 ആൾക്കാർ വന്നു കുഴപ്പമില്ല. പിന്നെ ഓൻ വരുന്നതിൻ്റെ അടുത്ത ആൾക്ക് ഇത്ര ആൾക്കാരാണ് ഈ റൊണാൾഡീഞ്ഞോൻ്റെയൊക്കെ എടുക്കാൻ വരുന്നത്. ഇത്രക്കും വലിയ പ്ലെയറാണ് റൊണാൾഡീഞ്ഞോ. കാണുന്നതന്നെ 2 ഓപ്ഷൻസ് ആക്കി റൊണാൾഡീഞ്ഞോ കളി നോക്കാം. അതിലുണ്ടെങ്കിൽ നമ്മൾ പാസ് എടുത്ത് കളിക്കാം. നല്ല അഭിപ്രായമല്ലേ. എന്തായാലും റൊണാൾഡീഞ്ഞോ കൊടുക്കാം. ഇനി റൊണാൾഡീഞ്ഞോൻ്റെ കുറച്ച് കലാപരിപാടികൾ ഉള്ളിൽ കയറിക്കോ. അടിച്ചോ ഗോൾ. അവിടെ ഫിനിഷ് ചെയ്യടാ പോസ്റ്റിക്ക്. കുഴപ്പമില്ല. നല്ല കളി കാഴ്ചിട്ടുണ്ട് റൊണാൾഡീഞ്ഞോ. കിടിലൻ കളി, ഒന്നും പറയാൻ ബെസ്റ്റ് പെർഫോമൻസ്. നല്ല കളി റൊണാൾഡീഞ്ഞോ കാഴ്ചിട്ട് ഒന്നും പറയാം. നല്ല കളി എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ അത്രക്കും നന്നായിട്ട് കളിക്കുന്നതന്നെ ഞാൻ വിചാരിച്ചില്ല. പിന്നെ അവന് ഇനിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചാലോ. ട്രെയിനിങ്ങിൽ പോട്ടെ. ഡ്രീം ടീം എടുക്കുക വെറുതെ ഒന്ന് അറ്റാക്കിംഗ് പ്രാക്ടീസ് എടുക്കുക. റൊണാൾഡീഞ്ഞോൻ്റെ കുറച്ച് സ്കില്ലാണ് ഞാൻ കാണിച്ചുതരാം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ റൊണാൾഡീഞ്ഞോ അറിയാനായിട്ടാണ് ഞാൻ കാണിച്ച റൊണാൾഡീഞ്ഞോ വരാനൊക്കെ. ഈ കളി കണ്ടുള്ളൂ നിങ്ങൾ. അറ്റാക്കിംഗ് പ്രാക്ടീസാണ് ആൾക്കാരില്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും. നിങ്ങൾ ഈ സ്കില്ലൊക്കെ ഒന്ന് കണ്ടിട്ട് അതുകൊണ്ടല്ലേ പറയട്ടോ. അങ്ങനത്തെ സ്കില്ലാണെന്നല്ല. അതൊക്കെ ഡബിൾ ടച്ച് എന്നാ പിടി ഒന്ന് ജോയിസ്റ്റിക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. സ്കില്ലാണ്. കാരണം എന്താ റൊണാൾഡീഞ്ഞോ ആണ് മോനെ. കണ്ടോ വെറുതെ തൊട്ടെടുത്ത ഗോളും. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ സ്മാർട്ടിലാണ് കളിക്കുന്നത്. ഇനി റെയിൻബോ ഒക്കെ ഇതിൽ ഞാൻ കാണിച്ചുതരാം. കമാൻഡ് ലിസ്റ്റ് പോവുക. കമാൻഡ് ലിസ്റ്റ് ഇടാം. പ്ലെയർ സെറ്റിങ്സ് പോവുക. സ്മാർട്ട് മാറ്റിയാണ് അഡ്വാൻസ്ഡ് ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് മാറ്റിയതാട്ടോ. ഇതിപ്പോൾ റൊണാൾഡീഞ്ഞോ. ഇത് നോക്കാം. ഈ സാധനം അങ്ങനെ ഉണ്ട്. ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. കണ്ടോ ആ സാധനം എങ്ങനെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റില്ല അതിനൊക്കെ. എനിക്ക് ഇതിൽ വെച്ചിട്ട് ഒരു സ്കില്ലും എടുക്കാറില്ല. നോക്ക് ഡബിൾ ടച്ചൊക്കെ ഞാൻ എടുക്കണമല്ലോ. എനിക്ക് എടുക്കാറില്ല സത്യം പറയാം. ഓ ഗൈസ് കിട്ടില്ല. ഡബിൾ ടച്ചൊക്കെ ഞാൻ പഠിക്കും. ഇങ്ങനെ ഒന്ന് കൊടുത്താൽ ഗോളും. ഈ ചെക്കന് മുന്നേ നിന്നു. കീപ്പറിനെ ഡ്രിബിൾ ചെയ്യുകയാണെങ്കിൽ കീപ്പറിനെ ഡ്രിബിൾ ചെയ്യാം. ഞാൻ സ്മാർട്ടിലിട്ട് ഞാൻ ഡ്രിബിൾ ചെയ്തുതരാം. അതുവരെ ഇതിനെക്കൊണ്ട് ഒന്നുമില്ല. അത്രക്കും കിടിലൻ സാധനമാണിത്. റൊണാൾഡീഞ്ഞോ ഗൗച്ചോ ബെസ്റ്റ് ആണ്. കിട്ടിയവരുണ്ടെങ്കിൽ മനസ്സിലാവും.
നല്ല ഡ്രിബിളിങ് ഇതിലേക്ക് വരുന്നുണ്ട്. അത് ഞാൻ അവിടെ ഇതിൽ സ്മാർട്ടിലുള്ള മെയിൻ പ്രശ്നം എന്താ പറയുക, ആക്സിലറേഷൻ ഇത്രേ പറയാനുള്ളൂ. അത് അത്രക്കും ഭയങ്കര ഇതാണ്. ഡബിൾ ടച്ച് എടുക്കാൻ നോക്കിയാൽ ആക്സിലറേഷനാണ് പോവുക. കണ്ടൊരു ആക്സിലറേഷനിൽ അവനെ തീർത്ത് ഇത്രയേ ഉള്ളൂ. റൊണാൾഡോ നോക്കി ഇത് നോക്കാം, കണ്ട ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് ഇങ്ങനെ കളിപ്പിക്കുക. ബെസ്റ്റാണ്. റൊണാൾഡോനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്തായാലും നമുക്ക് മൊത്തം അതല്ലേ ക്യൂറ്റ് ട്രെയിനിങ്, ക്യൂറ്റ് ഹോംക്കോണം ഹോംക്കുകളെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സാണ്. നല്ലതാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മൾ പോകാൻ